സഹൃദയ കലാസ്നേഹികളെ, സ്പൈഡർ നോവൽ കണ്ടതോ ഇപ്പോൾ അങ്ങോട്ട് തീർത്ത് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ. എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള ചോദ്യം സെക്കൻഡറി ആണ്. ഫസ്റ്റ്, ഇത് കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി കാണാം. ഇത് കാണാനായിട്ട് നിങ്ങൾ മുന്നത്തെ സ്പൈഡർമാൻ സിനിമകൾ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് വേറൊരു മൾട്ടിവേഴ്സിനകത്തുള്ള ഓരോ യൂണിവേഴ്സിലുള്ള സ്പൈഡർമാൻ ആണ് സ്പൈഡർ നോവൽ. പേഴ്സണലി ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിഫർ ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടിലും കണ്ടു നോക്കി. ഇംഗ്ലീഷാണ് കണ്ടത് കേട്ടോ. ബാക്കി ഒരുപാട് ലാംഗ്വേജിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഹിന്ദി ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഹിന്ദിയിൽ നമ്മുടെ തേനോസിനൊക്കെ ഹിന്ദി വന്നപ്പോഴേക്കും തേനോസിനൊക്കെ ഡബ് ചെയ്ത ആർട്ടിസ്റ്റ് ആണ്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായ നിക്കോളസ് കേജിന് ഡബ് ചെയ്തേക്കുന്നത്. 8 എപ്പിസോഡ് ഉണ്ട്. എനിക്ക് 8 ഇഷ്ടപ്പെട്ടു. ചെറിയ ലെങ്ത് കുറച്ച് കൂടുതലാണെന്ന് ഫീൽ ചെയ്തു. ബട്ട് എങ്കിൽ പോലും ഒരു 6 എപ്പിസോഡൊക്കെ ആക്കി നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പീഡായിട്ട് പോയേനെ. എങ്കിലും ബോറടിയൊന്നും ഇല്ല. പേസ് എന്ന് പറയുന്നത് നമ്മൾ പടപട സ്പൈഡർമാനിൽ ഫൈറ്റ് ചെയ്തു അങ്ങനെ ഒരു സാധനമല്ല. ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിട്ടാണ് പോകുന്നത്. സ്പൈഡർമാൻ എന്നുള്ള കഥാപാത്രം ഗോതം സിറ്റിയിൽ ഒരു സ്പൈഡർമാൻ ഉണ്ടായി എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സാധനമാണ്. ഒരു ബ്ലാക്ക് ഒരു റെട്രോ സ്റ്റൈൽ സാധനങ്ങളാണ്. ഒരു 1980s നടക്കുന്ന കഥയാണ്. ആ സമയത്തുള്ള സ്പൈഡർമാന്റെ അയാൾ 5 വർഷം ഗ്യാപ്പ് എടുക്കുന്നു. സ്പൈഡർമാൻ അങ്ങനെ തബ മരിച്ചു പോകുന്നു. സോ അത് കാരണം അങ്ങനെ 5 വർഷം ഗ്യാപ്പ് എടുക്കുന്നു. അതിനുശേഷം അങ്ങനെ വീണ്ടും സ്പൈഡർമാൻ ആകാൻ നിർബന്ധിതനാകുന്നു. ഇതാണ് കഥ. സോ ഇതിലുള്ള വില്ലന്മാരാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ആ ഒരു 80s എങ്ങനെ ആയിരിക്കും ആ ഒരു സംഭവമാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ന്യൂ ജനറേഷനിൽ കാണുന്ന കണക്ക് അടിച്ച് പറത്തി പൊങ്ങി ഭയങ്കര മാസ് ഫൈറ്റ്സ് അങ്ങനെയൊന്നുമില്ല. ഫൈറ്റ് ഒക്കെ വളരെ ചെറുതാണ്. ഈവൻ സ്പൈഡർമാൻ എന്നുള്ള സ്പൈഡർ നോയറിനെ കാണിക്കുന്നതിന് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഫൈറ്റ് മിനിമലിസ്റ്റിക് ആണ്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫൈറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ ചെറിയ ചെറിയ ഫൈറ്റ്സ് ഒക്കെ ഉള്ളൂ. ബട്ട് ആ കാണിച്ചതൊക്കെ നല്ല രസമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ ഭയങ്കര രസമാണ്. കളറിൽ ഞാൻ കുറച്ച് ആ ഫൈറ്റ്സ് ഒക്കെ എടുത്ത് വെച്ച് കണ്ടുപോയി. അത് നല്ല വേറൊരു വൈബാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ഒരു സാമ്പു ഉണ്ട്. അതായത് രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. വലിയ സ്ക്രീനിൽ പറ്റുമെങ്കിൽ നിങ്ങൾ വലിയ ടിവിയിലിട്ട് കാണാം. നമുക്ക് മൊബൈലിൽ കാണുന്നതിനേക്കാളും കൂടുതൽ രസമാണ് വലിയ ടിവിയിലിട്ട് കാണുന്നത്. സോ ഇതിന് ആക്ച്വലി MCU സ്പൈഡർമാനുമായിട്ട് ഈ സ്പൈഡർമാന് യാതൊരു ബന്ധമില്ല. അത് ഏതോട്ട് കണക്കിടൊന്നുമല്ല. പക്ഷെ നിങ്ങൾ സോണിയുടെ സ്പൈഡർവേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് നോവറിന്റെ കഥാപാത്രം വന്നു പോയിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഈ കഥാപാത്രം ഉണ്ട് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ കണ്ട ഈ സീരീസിൽ വന്നേക്കുന്നത്. സോ എന്തായാലും വെനം, മോർബിയസ്, മെഡാം വെബൊക്കെ ചെയ്തതിനേക്കാളും വളരെ മനോഹരമാണ് ഇത്. അതുകൊണ്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് എന്തായാലും നല്ലൊരു സീരീസ് ആണ്. മറ്റേതൊക്കെ നമ്മൾ മറന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. സോ ഇതിലെ സ്പൈഡർമാന്റെ കഥാപാത്രത്തിന് പീറ്റർ പാർക്കർ എന്നല്ല, ബെൻ എന്നുള്ള പേരാണ്. ആക്ച്വലി ഇത് പീറ്റർ പാർക്കർ തന്നെയാണ്. ഇതിനകത്ത് ബെൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് ബേസിക്കൽ പ്ലോട്ട്. പിന്നെ വില്ലന്മാർ വരുന്നു. അത് ആർക്ക് അവിടുത്തെ ഒരു ക്രൈം ബോസിന് വേണ്ടി ആ വില്ലന്മാർ പണിയെടുക്കുന്നു. ബേസിക് പ്ലോട്ട് ഇതാണ്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ള സീരീസ് ആണ്. ഇനി സീസൺ 2 വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ. പിന്നെ ഈ സ്പൈഡർമാൻ ഇനി വരാനിരിക്കുന്ന സ്പൈഡർമാൻ മൂവീസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സീരീസ് കണ്ടതിനെ മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി എനിക്ക് അതിൻ്റെ അറിയാം, ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞതുകൊണ്ട് യാതൊരു യൂസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളത് കാണാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് കണ്ടു തന്നെ മനസ്സിലാക്കൂ. ഓവറോൾ സീരീസ് വളരെ ഒരു ഗുഡ് വാച്ച് ആണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. നിങ്ങൾ ഒരുപാട് ഇന്റൻസ് ഫൈറ്റ് ഒന്നും നോക്കരുത്. ഒരുപാട് സൂപ്പർ ഹീറോസ് അതിനകത്ത് വന്നു പോകുന്നുണ്ട്. പിന്നെ നിക്കോളസ് കേജിന് വയസ്സായി. ആക്ച്വലി നിക്കോളസ് കേജ് അല്ല, നമ്മൾ സ്പൈഡർമാന്റെ വേഷം ഇടുമ്പോൾ ആ ചാടുന്നതും പോകുന്നതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പുള്ളി നല്ല വയസ്സായി. യാതൊരു ഇതിലൊന്നും ബാധിക്കുന്നില്ല. സോ അതൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സീരീസ് ആണ്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ.